ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന ഒരു വളരെ ചെറിയ ഒരു കാര്യമാണ്. നമ്മൾക്കൊക്കെ സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങൾ നമ്മൾ എങ്ങനെ നേടിയെടുക്കും എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾക്കറിയാം, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടത് അച്ചടക്കമായ പ്രവർത്തനമാണ്. നിരന്തരമായ പ്രവർത്തനമാണ് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യേണ്ടത്. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ദൂരത്തിൻ്റെ പേരാണ് അച്ചടക്കം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനം നമ്മൾ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വളരെ പ്രശസ്തമായ എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കുള്ള സ്വപ്നങ്ങൾ നമ്മൾ എങ്ങനെ നേടിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിട്ടയായ പ്രവർത്തനം അതിന് നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക, ആ ഗോളിലേക്ക് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കുട്ടി കുറച്ച് മുള വിത്തുകൾ നട്ട് ആഴ്ചകളോളം അത് പരിചരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ മുള മേലോട്ട് പൊങ്ങി കാണാത്തത് കൊണ്ട് നിരാശനായവൻ ആ വെള്ളം തന്നെ നിർത്തുകയാണ്. പക്ഷെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ മുത്തശ്ശൻ അവനെ നിർബന്ധിച്ച് വീണ്ടും നന തുടർന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മുള പൊങ്ങി വന്നു, വളരെയധികം പൊങ്ങി, അത് വിശാലമായി ആകാശത്തോളം പടർന്നു നിന്നു. അപ്പം രവി ചോദിച്ചു, എങ്ങനെയാണ് മുത്തശ്ശ ഇത്രത്തോളം ഇത് വളർന്നത് എന്നുള്ളത് ചോദിച്ച സമയത്ത് മുത്തശ്ശൻ അവന് കൊടുത്ത മറുപടി, മോനെ, നിനക്കൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നീ വളരെ ചിട്ടയായ പ്രവർത്തനം നീ നടത്തണം. അതുപോലെ നീ ചിട്ടയായി അത് നനച്ചത് കൊണ്ടാണ് നീ ഇത്രയും ഇന്ന് കാണുന്ന ഇത്രയും പടർന്ന് പന്തലിച്ച വലിയ ഒരു മുളയായിട്ട് ഈ മുള മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മളൊക്കെ ഏതൊരാളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാത്ത ഒരാളുമില്ല. പക്ഷേ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയൂല എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം വിചാരിച്ചു പോവുകയാണ്. അതോടുകൂടി നമ്മളെ ആ സ്വപ്നങ്ങൾ അവിടെ മണ്ണിട്ട് മൂടപ്പെടും. പക്ഷേ അതിന് ചിട്ടയായ പ്രവർത്തനം, അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അത് നേടിയെടുത്ത അല്ലെങ്കിൽ അത് അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച ആളുകളെല്ലാം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു വാസ്തവം, ഒരു വസ്തുതയാണത്. അപ്പോൾ അതിന് ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയുള്ള അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പൈസ മുതൽ മുടക്ക് ആവശ്യമില്ലാതെ നിങ്ങളെ അധ്വാനവും നിങ്ങളെ കഴിവും നിങ്ങളെ സമയവുമാണ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് നിങ്ങൾ നല്ല നിലക്കിൽ ബുദ്ധിപരമായി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളറിയാത്ത രീതിയിലുള്ള വളർച്ച നിങ്ങൾക്കുണ്ടാവും. അതിലൂടെ വളർന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഭൂമിയിൽ, നമ്മളെ കേരളത്തിൽ മലപ്പുറത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. എല്ലാ ശനിയാഴ്ചകളിലും മലപ്പുറത്ത് നടക്കുന്ന GTSകൾ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തുക. ഏകദേശം 150ൻ്റെ മുകളിൽ ഉൽപ്പന്നങ്ങൾ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന, ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ കമ്പനിയിൽ ഏകദേശം അത്രത്തോളം പ്രൊഡക്റ്റ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാഴ്ചയിൽ 2,10,000 എന്നുള്ള ഫിഗർ 2,500 പേർക്ക് ഇതുവരെ കമ്പനി കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ട സംഗതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്ന, ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. 2,500 ഇൻറ്റു 2,10,000 എത്രയാണ്? 52 കോടിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഖ്യ, ഇത്രയും പൈസ നമ്മുടെ ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ കമ്പനി ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതെന്താ വെച്ചാൽ 2,10,000 കാര്യം മാത്രമാണ്. അതിന് പുറമെ ചെറിയ 1,50,000, 1,50,000, 10,000, 20,000 ഇതൊക്കെ കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവർ ചിട്ടയായി അതിന് പ്രവർത്തിച്ചു. എന്താ പ്രവർത്തിച്ച്? നിരന്തരം ഈ പ്രൊഡക്റ്റുമായിട്ട് ആളുകളെ ബന്ധപ്പെട്ടു, ഈ പ്രൊഡക്റ്റിനെ പറ്റി ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ ബിസിനസ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അതോടുകൂടിയാണ് അവർക്ക് ആ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഈ നേട്ടങ്ങളിൽ എത്തിപ്പെടാൻ കഴിയും. നമുക്ക് അതിനൊരു അവസരമുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട്
ഇനി ഇൻഷാ അല്ലാ നാളെ കാണാം. ഓക്കെ, ബൈ.